സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി. സംവിധായകൻ വിനയനാണ് പരാതി നൽകിയത്. പ്രതികാര ബുദ്ധിയോടെ തൊഴിൽ നിഷേധം നടത്തിയയാളാണ് ബി ഉണ്ണികൃഷ്ണൻ എന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി. ശ്യാം, നമുക്കറിയാം മുൻപ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ പരാതിയുമായി വിനയൻ പോയിട്ടുണ്ട്. അതിൽ ഈ സംഘടനകൾക്കെതിരെ വ്യക്തികളൊക്കെ അന്ന് പിഴയടക്കേണ്ട സാഹചര്യം വന്നിരുന്നു. അവർ സുപ്രീം കോടതിയിലേക്ക് പോയിരുന്നെങ്കിലും കോടതിയും അത് തള്ളിക്കളഞ്ഞ സാഹചര്യത്തിലാണ് അങ്ങനെയൊക്കെയുള്ള നടപടി ഉണ്ടാകുന്നത്. കൃത്യമായി തന്നെ തൊഴിൽ നിഷേധത്തിന് ആയിരുന്നു, വിലക്കിനായിരുന്നു. ഇപ്പോൾ വിനയന്റെ ആവശ്യം എന്താണ്? അനുജ, വിനയൻ മുഖ്യമന്ത്രിക്ക് ഇമെയിൽ അയച്ചിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ബി ഉണ്ണികൃഷ്ണനെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ളതാണ്. കാരണം സിനിമാ മേഖലയിൽ ഒരാൾക്ക്, അത് വിനയൻ തന്നെയാണ്, വിനയന്റെ തൊഴിൽ നിഷേധിക്കുകയും പരാതി ബുദ്ധിയോടെ പെരുമാറുകയും ചെയ്തതിന് കോമ്പറ്റീഷൻ കമ്മീഷൻ പിഴശിക്ഷയ്ക്ക് വിധിച്ചയാളാണ് ബി ഉണ്ണികൃഷ്ണൻ. സുപ്രീം കോടതി അത് ശരിവെക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ തൊഴിൽ നശിപ്പിക്കാനും കരിയർ നശിപ്പിക്കാനും ശ്രമിച്ച ഒരാളെ ഇത്തരം ഒരു സമിതിയിൽ ഇരുത്തുന്നത് ന്യായമല്ല. ശ്യാം, ഞാൻ എത്താം. ശ്യാമിലേക്ക് ഇപ്പോൾ ശ്രീ വിനയൻ ടെലിഫോണിലായിട്ടുണ്ട്. ശ്രീ വിനയൻ, ഈ താങ്കൾ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ കത്തയക്കാനുണ്ടായ സാഹചര്യം നമുക്കറിയാം. അതായത് താങ്കൾ തന്നെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലേക്ക് പോവുകയും അതിലൊരു നടപടിയിലേക്ക് കടക്കുകയും ചെയ്തതാണ്. അങ്ങനെ ഒരാൾ ഈ ഒരു സമിതിയിൽ ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണോ താങ്കളുടെ ആവശ്യം? തീർച്ചയായിട്ടും. കാരണം ഞാൻ 2008 മുതൽ ഏതാണ്ട് 12 വർഷത്തോളം എനിക്കൊരു നല്ല സിനിമ ചെയ്യാൻ പറ്റാതെ ഞാൻ സ്ട്രഗിൾ ചെയ്ത ഒരാളാണ്. ഞാൻ മലയാള സിനിമയിലെ ചില മോശമായ പ്രവണതകളെ പറ്റിയും സൂപ്പർ താരങ്ങളും ഈ പറയുന്ന ഫെഫ്കയും അമ്മയും ഒക്കെ ചേർന്നുകൊണ്ട് അവർക്ക് ഇഷ്ടമില്ലാത്തവരെ മാറ്റി നിർത്തുകയും വിലക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവത്തെ പറ്റി അന്ന് പറഞ്ഞതാണ്. പക്ഷെ മലയാള സിനിമയിൽ ഞാൻ ഒറ്റയ്ക്ക് ആയിരുന്നു പൊരുതിയത്. ബാക്കിയുള്ള വൻ പ്രബല ശക്തികളൊക്കെ അപ്പുറയായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതിയുണ്ട്. കാരണം യാതൊരു തെളിവുകളും ഇല്ലാതെ ഇങ്ങനെ ഡോമിനേറ്റിംഗ് പവർ കൊണ്ട് ആൾക്കാരെ ഇല്ലാതാക്കുന്നതിനെതിരെ നമുക്ക് പരാതിപ്പെടാൻ പറ്റും. അങ്ങനെ ഞാൻ കോമ്പറ്റീഷൻ കമ്മീഷനിൽ പരാതിപ്പെട്ടു. 3 വർഷം 4 വർഷം എടുത്തിട്ട് അതിന്റെ വിധി വന്നു. ആ വിധിയിൽ ഇവരൊക്കെ തെറ്റുകാരാണ്, കുറ്റക്കാരാണ് എന്ന് ഇവര് വലിയ വക്കീലന്മാരെ കൊണ്ട് വാദിച്ചിട്ട് പോലും എന്റെ ഭാഗമാണ് ജയിച്ചത്. ഇവരതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. അവിടെ ജസ്റ്റിസ് നരിമാൻ അധ്യക്ഷനായ 3 അംഗ ബെഞ്ച് ഇവരുടെ അപ്പീൽ തള്ളിക്കൊണ്ട് ഇവർക്ക് കൊടുത്ത ശിക്ഷ ശരിവെച്ചു. അപ്പം ആരോപിതനല്ല, കുറ്റവാളിയാണ് ഇവരൊക്കെ, ഈ ഫൈൻ അടച്ചവരൊക്കെ. അങ്ങനെയുള്ള ഒരാള് നയരൂപീകരണ സമിതിയുടെ തലപ്പത്തോ അല്ലെ എന്റെ മെമ്പറായിട്ട് വന്നാൽ എന്നെ പോലെ സ്വതന്ത്രമായിട്ട് ഇപ്പോ നിൽക്കുന്ന ചലച്ചിത്ര പ്രവർത്തകർക്ക് എന്ത് നീതി കിട്ടും? നമുക്കെതിരെ നരേഷൻസ് ഉണ്ടാക്കാനും നമ്മളെ എങ്ങനെ ദ്രോഹിക്കാനും പറ്റുമെന്ന് ചിന്തിക്കുന്ന ഒരാളെ അതിന്റെ തലപ്പത്തിരുത്തില്ലെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഞാൻ അറിയിച്ചിരിക്കുന്നു. അദ്ദേഹം നടപടിയെടുക്കുമെന്നാണ് എന്റെ വിശ്വാസം. താങ്കൾ ഈ വിഷയം, ഇതിപ്പോൾ ഈ സമിതി രൂപീകരിച്ചത് കുറച്ച് നാളുകൾക്ക് മുൻപാണല്ലോ. താങ്കൾ ഈ വിഷയം അന്ന് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? അന്ന് താങ്കൾ ഈ പരാതിയായി സാംസ്കാരിക മന്ത്രിക്കോ മറ്റോ നൽകിയിട്ടുണ്ടോ ശ്രീ വിനയൻ? ഇല്ല, അന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞാൻ ടി വിയിൽ നിങ്ങളിങ്ങനെ കാണിച്ചപ്പോഴാണ് ഈ നയരൂപീകരണ സമിതിയുടെ പേരുകൾ കണ്ടത്. പിന്നെ ഞാന് പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ച് ഈ അന്ന് 2020 സുപ്രീം കോടതി ഇങ്ങനെ ഒരു വിധി വന്നപ്പോൾ അത് പത്രങ്ങളിലും ടി വിയിലും വലിയ വാർത്തയായിരുന്നു. പക്ഷെ സർക്കാർ അതിനകത്തൊന്നും ഇടപെട്ടില്ല. ഇങ്ങനെ ഒരു തൊഴിൽ നിഷേധം നടക്കുന്നുണ്ടോ, ഈ വലിയ സംഘടനകൾക്കൊക്കെ ഇത്രയും വലിയ ഫൈൻ അടച്ചിട്ടുണ്ടോ എന്ന് അവർ അന്വേഷിക്കേണ്ടായിരുന്നു. പക്ഷെ അന്വേഷിച്ചില്ല. പക്ഷേ ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണല്ലോ. ആ കമ്മിറ്റിയുടെ 137 മുതൽ 141 വരെയുള്ള പേജുകൾ താങ്കളൊന്ന് വായിച്ചു നോക്കണം. അതിൽ ഈ കോമ്പറ്റീഷൻ കമ്മീഷന്റെ ഈ നടപടിയെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പറയുന്നുണ്ടെന്നും ആ ശിക്ഷ 20 കിട്ടിയെന്നും ഇത്ര ഫൈൻ അടിച്ചെന്നും പറയുന്നുണ്ട്. അതിൽ കൂടുതൽ എന്ന് മാത്രമല്ല, അവർക്ക് കൺവിൻസിംഗ് ആയ തെളിവ് അവർക്ക് കിട്ടിയിരിക്കുന്നതാണ് ആ പാരഗ്രാഫിൽ. പക്ഷെ അപ്പോഴും ശ്രീ വിനയൻ, എന്തുകൊണ്ടായിരിക്കാം സർക്കാർ ഈ കാര്യത്തിൽ ഇതൊന്നും കാര്യമായി എടുക്കുന്നില്ല എന്നതാണോ? ഈ റിപ്പോർട്ട് സർക്കാരിന്റെ പക്കലുണ്ട്. ഈ താങ്കൾ പറഞ്ഞ പേജിന്റെ വിവരങ്ങൾ ഇതെല്ലാം ഉള്ളപ്പോഴും ഇതിൽ കുറ്റവാളി എന്ന് താങ്കൾ ഇപ്പോൾ പറയുന്നത്, അതായത് ഫൈൻ അടച്ചവരാണല്ലോ. അപ്പോൾ ആരോപണ വിധേയർ മാത്രമല്ല, കുറ്റവാളിയാണ്, തൊഴിൽ നിഷേധത്തിനും വിലക്കിനും. അവരെ തന്നെ ഇതിന്റെ തലപ്പത്തേക്ക് വയ്ക്കുമ്പോൾ അത് എന്തുകൊണ്ടാകാം സർക്കാർ അങ്ങനെ ഒരു നീക്കം, അത് ലാഘവത്തോടെ കാണുന്നത് എന്തുകൊണ്ടാകാം ശ്രീ വിനയൻ? അറിയില്ല. ഇനി അവര് അങ്ങനെ അറിയാതെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിന്റെ പിന്നിലൊക്കെ ഞാൻ മീഡിയയിലൊക്കെ ഇത് ഭയങ്കര ന്യൂസായിട്ട് വന്നതാണ്.
എന്തുകൊണ്ടാണ് അങ്ങനെയുള്ളവരെ തന്നെ കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയില്ല. എനിവേ ഇപ്പൊ ഞാൻ ബഹുമാനായ മുഖ്യമന്ത്രിക്ക് ഇപ്പൊ എല്ലാ രേഖകളും വെച്ച് സുപ്രീം കോടതിയുടെ വിധി പകർപ്പും ഒക്കെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. എന്താണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന്റെ ഭാഗത്തു നിന്നും നീതിയും ന്യായവും എനിക്ക് കിട്ടുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഇപ്പോൾ ഈ മുകേഷിന്റെ കാര്യത്തിൽ അങ്ങനെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം അല്ലെങ്കിൽ നിർദ്ദേശം ഉണ്ടാകുന്നുണ്ട് എന്നതാണ് വാർത്ത. അദ്ദേഹം ഒഴിയണമെന്നത്. ആ തരത്തിലേക്ക് താങ്കളുടെ പരാതിയും ഗൗരവത്തോടെ മുഖ്യമന്ത്രി പരിഗണിക്കുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു. അതിലും വലിയ സംഭവമല്ലേ ഇപ്പോ ഇത്. തൊഴിൽ നിഷേധത്തിന് സുപ്രീം കോടതി ശിക്ഷിച്ച ഒരു വ്യക്തിയല്ലേ. അത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അത് കാണും. ഇതിന്റെ തിരക്കിൽ അദ്ദേഹം ഇത് എല്ലാ ഇത്തരം ഓർഡറുകളും വിധിപ്പകർപ്പൊന്നും വായിക്കണമെന്നില്ലല്ലോ. ഇതിപ്പം ബോധ്യപ്പെടുത്തിയ നിലയ്ക്ക് ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. വളരെ നന്ദി ശ്രീ വിനയൻ പ്രതികരിച്ചതിന്. അത്തരത്തിലേക്ക് ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണനെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. താൻ നൽകിയ പരാതിയിൽ ശിക്ഷിക്കപ്പെട്ട ആളാണ്, അത് തൊഴിൽ നിഷേധത്തിനാണ്, വിലക്കിനാണ്, അത് ഗുരുതരമായ കുറ്റമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയിട്ടുള്ളത്. പ്രതികാര ബുദ്ധിയോടെ പ്രവർത്തിച്ചയാളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളെ ഈ സമിതിയിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് വിനയന്റെ ആവശ്യം. ശ്യാംകുമാർ തുടരുന്നുണ്ട്. ശ്യാം, അതാണ് വിനയൻ പറയുന്നത്. അങ്ങനെ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹം. ആ തരത്തിലേക്ക് ഇദ്ദേഹത്തെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സിനിമാ നയരൂപീകരണ സമിതി ഈ അതിന്റെ നയം രൂപീകരണവുമായി മുന്നോട്ട് പോകുന്നത് അർത്ഥശൂന്യമാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നു. തീർച്ചയായും. കാരണം സുപ്രീം കോടതി തന്നെ, രാജ്യത്തെ പരമോന്നത കോടതി തന്നെ കോമ്പറ്റീഷൻ കമ്മീഷന്റെ വിധി ശരിയാണെന്നും ഇവർ കുറ്റക്കാരാണെന്നും കണ്ടെത്തുകയും അത്തരത്തിലൊരാളെ സിനിമാ മേഖലയിലെ നയരൂപീകരണ സമിതിയിൽ വെക്കുന്നതിന്റെ ഔചിത്യം ചോദ്യം ചെയ്താണ് വിനയൻ ഇപ്പോൾ മുഖ്യമന്ത്രിയെ സമീപിച്ചിരിക്കുന്നത്. ഇത്തരക്കാരെ ഈ സമിതിയിൽ നിന്ന് ഒഴിവാക്കണം. കാരണം ഈ മേഖലയെ തന്നെ ഒരാളുടെ ജോലി കളയാനും അയാളെ ഒറ്റപ്പെടുത്താനും ഒക്കെ ശ്രമിച്ചുവെന്ന കോമ്പറ്റീഷൻ കമ്മീഷൻ തെളിവ് സഹിതം കണ്ടെത്തിയ കേസിലായിരുന്നു ബി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി ഉണ്ടായത്. അത്തരക്കാരെ ഈ സമിതിയിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ളതാണ് മുഖ്യമന്ത്രിക്ക് ഇമെയിൽ മാർഗം നൽകിയ പരാതിയിൽ വിനയൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതോടുകൂടി ഈ വിഷയത്തിൽ സർക്കാരും കുറച്ചുകൂടി സമ്മർദ്ദത്തിലാകും. കാരണം സുപ്രീം കോടതി തെറ്റുകാരനെന്ന് കണ്ടെത്തിയ ഒരാളെ കേരളത്തിലെ സിനിമാ നയരൂപീകരണ സമിതിയിൽ ഇരുത്താമോ എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി സിനിമാ സാംസ്കാരിക മന്ത്രിക്ക് അവരുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് ഒരുപക്ഷെ ഈ പരാതി കൈമാറാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ബി ഉണ്ണികൃഷ്ണൻ കൂടി ഈ സമിതിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുമോ എന്നുള്ളൊരു ചോദ്യം കൂടി ഈ സമയത്ത് ഉയരുന്നുണ്ട്. വി ഉണ്ണികൃഷ്ണൻ സിനിമാ നയരൂപീകരണ സമിതിയിൽ അംഗമാണ്. അതിൽ നേതൃത്വം നൽകുന്ന ഒരാൾ കൂടിയാണ്. ഫെഫ്ക ജനറൽ സെക്രട്ടറിയാണ്. സുപ്രീം കോടതി വരെ അവരുടെ അപ്പീൽ തള്ളിയിട്ടുണ്ട്. അങ്ങനെ ശിക്ഷിക്കപ്പെട്ടയാളാണ് തന്റെ പരാതിയിൽ എന്നുള്ളതാണ്. തൊഴിൽ നിഷേധത്തിന്, വിലക്കിന് ശിക്ഷിക്കപ്പെട്ട ആളാണ് ബി ഉണ്ണികൃഷ്ണൻ. അങ്ങനെ ഒരാളെ വെച്ചുകൊണ്ട് സിനിമാ നയം രൂപീകരിക്കാൻ ഇറങ്ങി പുറപ്പെടരുത് എന്നുള്ളതാണ് വിനയൻ പറയുന്നത്.